വല്യമ്മയും ചേച്ചിയുടെ മോളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇളയമ്മയുണ്ട്. ഞങ്ങളൊരു റിലേറ്റീവിൻ്റെ കല്യാണം ഉണ്ട്, അപ്പോൾ ഇവർ അതിനും കൂടെ കണക്കാക്കിയിട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് സംസാരിച്ചൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ചിക്കൻ കറി വെക്കുന്നുണ്ടായിരുന്നു. പിന്നെ വല്യമ്മയൊക്കെ വന്നാൽ പിന്നെ എനിക്ക് കുറച്ച് സമാധാനമാണ്. മക്കളെയൊക്കെ അവരൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കുമല്ലോ. പിന്നെ ഇത് അടുക്കള ഭാഗത്ത് അച്ഛൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഞങ്ങൾ പോയതിന് ശേഷം ഉണ്ടാക്കിയതാണ്. പിന്നെ ഇത് കയ്പ്പയും പിന്നെ അതെന്താണെന്ന് എനിക്കറിയില്ല, അതൊക്കെ ഉണ്ടാക്കി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളിങ്ങനെ കൊലായിലിങ്ങനെ ഓരോന്ന് സംസാരിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ടൈം. എല്ലാവരും ഇങ്ങനെ സംസാരിച്ചിരിച്ച് കുറേ തമാശയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. മോൻ അതിൻ്റെ ഇടയിൽ ഓരോ കളിയിലാണ്. അപ്പോൾ അങ്ങനെ അവരുടെ അടുത്തൊക്കെ ഇങ്ങനെ സംസാരിച്ചിരിക്കാമല്ലോ. മോള് പിന്നെ വല്യമ്മ അടുത്ത് ഇങ്ങനെ കൊണ്ടു നടക്കും. അതും ഒരു ആശ്വാസമാണ്. ഫുഡ് കഴിച്ചിട്ട് ഇരിക്കുക കേട്ടോ. എല്ലാവരും ഫുഡ് കഴിച്ച റെസ്റ്റിലാണ്. അപ്പം പിന്നെ ഞങ്ങളുടെ ഇവിടുത്തെ ഫിഷ് ടാങ്കിന് ഇങ്ങനെ പൊട്ടി പോയിട്ടുണ്ട്. അപ്പം വെള്ളം ഇങ്ങനെ ലീക്കാകുന്നുണ്ട്. അപ്പോൾ തൽക്കാലത്തേക്ക് മീനൊക്കെ ഇതിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു സ്ഥലത്തിട്ടിട്ട് ഈ ടാങ്കൊക്കെ ഒന്നും കൂടെ ഒന്ന് റെഡിയാക്കി തേക്കുകയൊക്കെ വേണം. അപ്പോൾ അതുകൊണ്ട് പിന്നെ മീനിനെയൊക്കെ പിടിച്ച് ഇതിൽ നിന്ന് മാറ്റുകയാണ് കേട്ടോ. എൻ്റെ ഒരു കസിനാണിത്. പിന്നെ ഇവൻ്റെ വീട്ടിലോട്ടാണ് മീനിനെ കൊണ്ട്, അവിടെ ഉണ്ട് പോലും ഫിഷ് ടാങ്ക്. അപ്പോൾ തൽക്കാലത്തേക്ക് അങ്ങോട്ട് മാറ്റാം, ഇവിടെ റെഡിയാക്കിയിട്ട് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് അവൻ വന്നതാട്ടോ പിടിക്കാൻ. ഇവൻ്റെ വീട്ടിലാണ് കല്യാണം ഉള്ളതും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വല്യമ്മയൊക്കെ വന്നത്. അങ്ങനെ ഞങ്ങൾ മീൻ പിടിക്കുന്നത് നോക്കി കുറേ നേരം നിന്നു. ഒരുപാട് മീനുണ്ട് കേട്ടോ. കുറച്ച് ചെറുതാണെങ്കിൽ കൂടിയിട്ടും കുറേ മീനുണ്ട്. അപ്പോൾ എല്ലാവരും അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വലിയ കുളമുണ്ട്, അത് റെഡിയാക്കിയിട്ടില്ല. ഉണ്ടെങ്കിൽ അങ്ങോട്ട് ഇടാമായിരുന്നു. അത് റെഡിയാക്കാത്തതുകൊണ്ട് പിന്നെ തൽക്കാലത്തേക്ക് വേറെ വീട്ടിലേക്ക് മാറ്റുകയാണേ. അങ്ങനെ അവർ അതിനെയും കൊണ്ടുപോയി കേട്ടോ. അത് നോക്കി എല്ലാവരും പിന്നെ അതിൻ്റെ പുറകെ ആയിരുന്നു കുറേ നേരം. മീനിനെ പിടിക്കുന്ന പണിയിലായിരുന്നു. അത് കഴിഞ്ഞ് അവർ കൊണ്ടുപോയി. പിന്നെ ഞങ്ങൾ പോയി കുറച്ച് കിടന്നു. ഞാൻ മക്കളെയൊക്കെ കൊണ്ടുപോയി കുറച്ച് കിടത്തി, മോളൊക്കെ ഉറക്കി. അത് കഴിഞ്ഞ് വൈകുന്നേരം എണീറ്റ് വന്ന് ചായ കുടിച്ച്. ഇത് വല്യമ്മ കൊണ്ടുവന്നായിരുന്നു എന്തൊക്കെയോ ചിക്കൻ റോളും പഴംപൊരി ഉണ്ണിയപ്പമൊക്കെ ആയിട്ട്. അങ്ങനെ അതെല്ലാം കഴിച്ച് ചായയൊക്കെ കഴിച്ചു.